വിസ്മയമായി ചിലവന്നൂരിലെ ഫുട്ബോൾ ലോകകപ്പ് മാതൃക. 7 അടി ഉയരമുള്ള ലോകകപ്പ് മാതൃക നിർമ്മിച്ചത് ചിലവന്നൂറുകാരുടെ സ്വന്തം ശില്പിയായ അനിൽകുമാറാണ്. ഫുട്ബോള് വലിയ ആവേശമുള്ള കളിയാണ്. അത് ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ആ ആവേശം ഇരട്ടിയാകും. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും ഫ്ലെക്സും അങ്ങനെ പലതരം കാര്യങ്ങളൊക്കെ ആയിട്ട് ആരാധകർ ആ ഫുട്ബോൾ മാമാങ്കത്തെ വലിയ ഒരു സ്വീകാര്യതയാണ് ഫുട്ബോൾ ലോകകപ്പിന് കേരളത്തിലുടനീളമുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് കടവന്ത്ര ചിലവന്നൂരാണ്. അവിടെ ഒരു ലോകകപ്പിൻ്റെ മാതൃക തന്നെ നിർമ്മിച്ചുകൊണ്ടാണ് അവർ ആ ഒരു ലോകകപ്പിനെ വരവേറ്റിരിക്കുന്നത്. ഇദ്ദേഹമാണ് അതിൻ്റെ ശില്പി. ഞാൻ ചെറുപ്പം തൊട്ടേ കളിക്കുമായിരുന്നു. ഫുട്ബോൾ നമ്മുടെ ഒരു ജീവനാണ്. അങ്ങനെ കഴിഞ്ഞ കൊല്ലം വെച്ചായിരുന്നു, 2022 വെച്ചായിരുന്നു ട്രോഫി. പിന്നെ ഇപ്പോൾ 2026 വെച്ചൊരു ട്രോഫി. എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് കമ്പി, സ്റ്റീല്, പിന്നെ മെഷ്, പിന്നെ തെർമോക്കോളുണ്ട് ഉള്ളിൽ, പിന്നെ സിമെൻറ്റ്. ചിലവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ഒരു വികാരമാണ്. അത് തലമുറകളായി മാറി വരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ മുതൽ പല പ്രാദേശിക ക്ലബ്ബുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് പുതിയ തലമുറയും അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതും അപ്പോൾ അത്തരം ഒരു ഫുട്ബോൾ ആവേശത്തിന് അനിലിനെ പോലെയുള്ള കലാകാരന്മാരുടെ ഇത്തരം സൃഷ്ടികളൊക്കെ കൂടുതൽ ആവേശം നൽകുന്നതിന് ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. ചിലവന്നൂര് ഒന്നും കൂടി ആവേശം അനിച്ചേട്ടൻ കൂട്ടിയിരിക്കുകയാണ്. കാരണം ഞങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടാണ് ഒരുപാട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ എല്ലാ ടീമുകളും വെക്കുന്നുണ്ട്. ആ ആവേശം ഒന്നും കൂടി ഇരട്ടിയാക്കാനായിട്ട് അനിച്ചേട്ടൻ്റെ ഈ വേൾഡ് കപ്പ് സഹായിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അനിച്ചേട്ടൻ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളി ഇത് ഞങ്ങൾക്ക് നാടിന് വേണ്ടി ഉണ്ടാക്കി തന്നു. ഇതിങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ലോകം മാറുകയാണ്. പക്ഷേ അവിടെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ കളിക്കളത്തിനോടും ഫുട്ബോളിനോടൊക്കെയുള്ള ആ ഒരു ലഹരി കാത്തു സൂക്ഷിക്കുകയാണ് ചിലവന്നൂരിലെ യുവ തലമുറയും. അതോടൊപ്പം തന്നെ അവർക്ക് പൂർണ്ണ പിന്തുണയുമായി പഴമക്കാരും അവർക്കൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ട്. മനോജ് മാർശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.